വീണ ടിക്ക് ഇഡി സമൻസ്. വെള്ളിയാഴ്ച ഹാജരാകാൻ നിർദ്ദേശം. CMR ഉദ്യോഗസ്ഥരടക്കം 9 പേർക്കും സമൻസ്. നിയമപരമായി ഇഡി വന്നാൽ പ്രശ്നമില്ലെന്ന് എ വിജയരാഘവൻ. സംസ്ഥാനത്ത് മഴ കനക്കുന്നു. തൃശൂരിൽ സ്കൂൾ കെട്ടിടത്തിന് മുകളിലേക്ക് വൻമരം കടപുഴകി വീണു. കണ്ണൂർ തളാപ്പിൽ കെട്ടിടവും മതിലും തകർന്നു. തിരുവനന്തപുരം ഉടവൻമുകളിൽ കോമ്പൗണ്ട് വാൾ തകർന്നു വീണ് 2 വീടുകൾക്ക് നാശം. എറണാകുളം KSRTC ബസ് സ്റ്റാൻഡിൽ വെള്ളക്കെട്ട്. വയനാട്ടിൽ ഭീതിയായി ഷിഗല്ല. 443 പേർ ബത്തേരിയിൽ ചികിത്സയിൽ. 163 പേർ നിരീക്ഷണത്തിൽ. വൃത്തിയില്ലാത്ത തട്ടുകടകൾ പൂട്ടിക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ. നവകേരള യാത്രയ്ക്കിടെ മർദ്ദനക്കേസിൽ ഗൺമാന്മാരുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഇന്ന് വിധി. വിധി പറയുക ആലപ്പുഴ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി. ടിനി ടോമിനെതിരായ പരാതിയിൽ നടി അൻസിബയെ മൊഴിയെടുക്കാൻ വിളിപ്പിച്ച് പോലീസ്. 2 മണിക്ക് കടവന്ത്ര സ്റ്റേഷനിൽ ഹാജരാകണം. ടിനി ടോം തന്നെ മതതീവ്രവാദിയായി ചിത്രീകരിക്കാൻ ശ്രമിച്ചുവെന്ന് പരാതി. മൂന്നാം മുന്നണിക്ക് ശ്രമം തുടങ്ങി DMK. കോൺഗ്രസുമായി അഭിപ്രായ വ്യത്യാസമുള്ള പാർട്ടികളെ ഒപ്പം കൂട്ടും. കോൺഗ്രസ് കാട്ടിയത് വഞ്ചനയെന്ന് DMK ഒപ്പം കൂട്ടാൻ BJP. ട്രംപിന്റെ ഇടപെടലിൽ പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ താൽക്കാലിക ആശ്വാസം. രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും ജനങ്ങളുടെ സമാധാനത്തിനുമാണ് മുൻഗണനയെന്ന് ഇറാൻ. ആക്രമണമുണ്ടായാൽ പ്രതികരിക്കുമെന്ന് മുന്നറിയിപ്പ്. ഇറാനുമായുള്ള യുദ്ധത്തിൽ ജാഗ്രത പാലിക്കണമെന്ന് നെതന്യാഹുവിനോട് ട്രംപ്. ട്രംപിന്റെ വിസ നയത്തിന് വൻ തിരിച്ചടി. H-1B വിസകൾക്ക് ഫീസ് കുത്തനെ കൂട്ടാനുള്ള തീരുമാനം റദ്ദാക്കി US കോടതി. ഭരണകൂടത്തിന് നിയമപരമായ അധികാരമില്ലെന്നും കോടതി. വിസയ്ക്കായി ട്രംപ് നിശ്ചയിച്ചത് 84 ലക്ഷത്തിലധികം ഇന്ത്യൻ രൂപ. ഇന്ത്യക്കാർക്ക് വലിയ ആശ്വാസം.